ആ പുലരി ഉണർന്നത് ഞാൻ എല്ലാ രീതിയിലും പ്രണവേട്ടേൻ്റെതായി മാത്രം മാറിക്കൊണ്ടായിരുന്നു. രാവിലെ ഏറെ വൈകി മിഴികൾ തുറന്നപ്പോൾ ആദ്യം കണ്ടത് മുകളിൽ നിർത്താതെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഫാനിലായിരുന്നു. ആ കാറ്റ് പതിയെ മുഖം തടവി പോയപ്പോൾ കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ചോർത്ത് ഒരു നാണം മനസ്സിൽ വന്നു. പിന്നെ നോക്കിയത് അപ്പോഴും എൻ്റെ അടുത്ത് സുഖമായി കിടന്നുറങ്ങുന്ന പ്രണവേട്ടനെയായിരുന്നു. അപ്പോൾ ഉള്ളിലെ നാണം മുഖത്ത് പുഞ്ചിരിയായി വിരിഞ്ഞു. പതിയെ അലങ്കോലമായി കിടക്കുന്ന ആ മുടിയിൽ ഞാൻ തലോടി. പിന്നെ ആര്യയുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും സംശയിച്ചിരുന്ന ഏട്ടൻ്റെ കഴുത്തിലെ ടാറ്റുവിലും. അപ്പോൾ ഏട്ടനൊന്ന് അനങ്ങി. ഞാൻ എൻ്റെ കൈകൾ പിൻവലിച്ചു. പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. പിരിഞ്ഞു കിടന്നിരുന്ന നീണ്ട മുടി വാരി കെട്ടിവെച്ചു. പ്രണവേട്ടനെ ഉണർത്താതെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂം ലക്ഷ്യമായി നടന്നു. നെറ്റിയിൽ മാഞ്ഞു കിടക്കുന്ന സിന്ദൂരവും ഏട്ടൻ്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ കവിളും കണ്ണാടിയിൽ നോക്കി ഒരു നിമിഷം നാണത്തോടെ നിന്നു. മുഖവും എല്ലാം കഴുകി സാരിയും ഒരിക്കൽ കൂടി ശരിയാക്കി പുറത്തു വന്നതും പ്രണവേട്ടന് മുമ്പിൽ നിൽക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സംഭവിക്കേണ്ടതാണ് നമുക്കിടയിൽ സംഭവിച്ചതെങ്കിലും എന്തോ ഒരു ചമ്മലായിരുന്നു. എന്നാൽ പ്രണവേട്ടൻ്റെ മുഖത്ത് അങ്ങനെ ഒരു ചമ്മലുമില്ല എന്ന് മാത്രമല്ല, വീണ്ടും ചിരിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അവസാനം അല്പ ധൈര്യമൊക്കെ വരുത്തി. എന്നാൽ തികച്ചും ശാന്തതയോടെ ഞാൻ ചോദിച്ചു, പോകണ്ടേ? എവിടേക്ക്? വീട്ടിലേക്ക്, അല്ലാതെ എവിടെ? അല്ല, എൻ്റെ കാമുകിയെ പിടിക്കാനല്ലേ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം വന്നത്. എന്നിട്ട് പിടിക്കാതെ പോയാൽ? എന്നെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അത് ഞാൻ വീട്ടിൽ വന്നിട്ടും എന്നോടൊന്നും പറയാതെ പോയതുകൊണ്ട്, ഋഷി എന്തൊക്കെ പറഞ്ഞതുകൊണ്ട്, എല്ലാം കേട്ടപ്പോൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട്, എന്തൊക്കെയോ പരസ്പരബന്ധമില്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴും ചിരിച്ചുകൊണ്ട് ഏട്ടൻ നിന്നു. ഈ കഴിഞ്ഞ 26 വർഷത്തിൻ്റെ ഇടയിൽ ഏറ്റവും നല്ല പിറന്നാൾ സമ്മാനമാണ് നീ എനിക്ക് തന്നത്. അത്രയും എന്നെ ചേർത്ത് നിർത്തി പറഞ്ഞ് വീണ്ടും കവിളിൽ ഒരു മുത്തവും ഇട്ട് ഏട്ടൻ ബാത്റൂമിലേക്ക് പോയി. ഞാൻ ഇമ വെട്ടാതെ നിന്നതുകൊണ്ട് പ്രണവേട്ടൻ വീണ്ടും ചോദിച്ചു, എന്തേ, വരുന്നോ? ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിന്നു. വീട്ടിലേക്കുള്ള യാത്രയിലും പ്രണവേട്ടൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥ അല്ലായിരുന്നു ഇപ്പോൾ തിരികെ പോകുമ്പോൾ. വൈകിട്ടാവാറായപ്പോൾ വീടെത്തി. ഞങ്ങളെ കാത്ത് ഋഷി മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്രണവേട്ടൻ്റെ കൂടെ എന്നെ കണ്ടതും അവൻ്റെ മുഖം 14-ാം രാവ് നിലാവ് പോലെ തെളിഞ്ഞു. ഹാവൂ, ഇപ്പോഴാണ് ആശ്വാസമായത്. ചേട്ടാ, എല്ലാത്തിനും എനിക്ക് കറക്റ്റ് ഉത്തരം വേണം, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ നേരെ അടുക്കളയിലേക്ക് പോയി. പാവം, എൻ്റെ കാര്യോർത്ത് ഒന്നും കഴിച്ചു കാണില്ല ഇതുവരെ. ഇവനെയും കൊണ്ട് ഇന്നലെ വരാതിരുന്നത് നന്നായി എന്ന് പ്രണവേട്ടൻ പറഞ്ഞു തരുന്നതും അവൻ കയ്യിലൊരു പ്ലേറ്റ് ചോറും കറിയായി വന്നു. പെട്ടെന്നാണ് എന്തോ ഓർത്തുപോലെ അവൻ എന്നെ നോക്കി ചോദിച്ചത്, അല്ല, അവളെവിടെ? ആര്യ? അവൾ ഇനി വരില്ല എന്ന് പ്രണവേട്ടൻ്റെ ഉത്തരം കേട്ട് വായിൽ വെച്ച ഉരുള അതുപോലെ വിഴുങ്ങിക്കൊണ്ട് എൻ്റെ അടുത്ത കണ്ണും തള്ളിക്കൊണ്ട് ചോദിച്ചു. ഏട്ടത്തി അവളെ കൊന്നാ? അവൻ ചോദിച്ചപ്പോൾ ചിരിയാണ് എനിക്ക് വന്നത്. ഡാ, അവൾ പോയി, തിരിച്ച് അമേരിക്കയിൽ തന്നെ. ചുമ്മാ, സത്യമാണ് ഞാൻ പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചു. അവൻ്റെ മുഖം വീണ്ടും തെളിഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും വന്നു. ഗായത്രി അപ്പോൾ നിൻ്റെ കൂടെ ആയിരുന്നു? ഈ പൊട്ടൻ പറഞ്ഞത് അവൾ ഏതോ അത്യാവശ്യത്തിൽ വീട്ടിൽ പോയി എന്നാണല്ലോ. ഋഷിയെ പൊട്ടൻ എന്ന് വിളിച്ചത് അവൻ ഒട്ടും ഇഷ്ടപ്പെടാതെ പോലെ ചോറും കഴിച്ചുകൊണ്ട് നിന്നു. എന്തായാലും രണ്ടുപേരും നല്ല പണിയാണ് കാണിച്ചത്. കല്യാണം കഴിഞ്ഞ് പ്രണവിൻ്റെ ആദ്യത്തെ പിറന്നാളല്ലേ, എന്നിട്ട് നിങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലായിരുന്നു, അമ്മ പരിഭവത്തോടെ പറഞ്ഞു. ഞാനും പ്രണവേട്ടനും ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് മുറിയിൽ നിന്നും അല്പം പ്രായമായ ഒരു അമ്മ വന്നത്. പ്രായം കൂടുതലാണെങ്കിലും ആ മുഖത്ത് നല്ല ചുറുചുറുപ്പുള്ളതുപോലെ തോന്നി. ആ, അമ്മ ഗായത്രി കണ്ടിട്ടില്ലല്ലോ, ഇതാണ്. അമ്മ എന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. ഞാനും ചിരിച്ചു. മോൾക്ക് പബ്ജി കളിക്കാൻ അറിയോ? ഞാൻ കേട്ടത് തിരിഞ്ഞു പോയതാണോ അതോ ശരിക്കും അതുതന്നെയാണോ പറഞ്ഞത്? സാമ്പാർ വയ്ക്കാൻ അറിയോ, മീൻകറി വെക്കാൻ അറിയോ എന്ന പതിവ് ചോദ്യത്തിൽ നിന്നും എല്ലാം വ്യത്യസ്തമായൊരു ചോദ്യം, അതും പബ്ജി. എന്തു പറയണമെന്നറിയാതെ ഞാൻ എളിച്ചുകൊണ്ട് നിന്നു. ഓ, ഈ അമ്മയുടെ കാര്യം. ആ, നിനക്ക് പിള്ളേരുടെ ഇപ്പോഴത്തെ ഫാഷൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ശരിയാ അപ്പച്ചി, മധുര 17 പണ്ട്, ഇപ്പോൾ മധുര 70 അത്രയും കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സാധാരണ കണ്ടുവരുന്ന നാമജപവും ഗുളികയും കഴിച്ച് നടക്കുന്ന സാധാരണ അമ്മൂമ്മയല്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. അമ്മൂമ്മ പ്രണവേട്ടൻ്റെ അടുത്ത് ചെന്നു. മോനെ, ഹാപ്പി ബർത്ത്ഡേ. അവസാനത്തെ ബർത്ത്ഡേ എന്ന് പറയാനുള്ള അമ്മൂമ്മയുടെ കഷ്ടപ്പാട് കണ്ട് വിരിയാൻ പോയ പുഞ്ചിരി ഞാൻ വിഴുങ്ങി. ഓ, എൻ്റെ അമ്മൂമ്മയെ പതുക്കെ, സെറ്റ് പല്ല് താഴെ വീഴും. ഋഷി കമൻ്റ് അടിച്ചതും ഞാൻ അറിയാതെ ചിരിച്ചു. ഞാൻ മാത്രമല്ല, എല്ലാവരും. പിന്നാലെ ഉണ്ണിമോള് വന്നു. ആ, ഇവളുണ്ടായിരുന്നോ? ആ, വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരുമല്ലോ, ഋഷിയായിരുന്നു പറഞ്ഞത്. കുറച്ചും കൂടെ കഴിഞ്ഞതും അച്ഛനും അമ്മയും എല്ലാവരും ഏട്ടന് വാങ്ങിച്ച സമ്മാനപ്പൊതി കൊടുത്തു. എൻ്റെ കുട്ടിക്ക് ഈ അമ്മയുടെ സമ്മാനമല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതിന് ഈ ഋഷികേഷ് അല്ലാതെയാവണം എന്ന് പറഞ്ഞ് അവൻ വാങ്ങിച്ച് ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ കൊച്ചച്ഛന് ഇതിൽ ആരുടെ സമ്മാനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഉണ്ണിമോളുടെ ചോദ്യം കേട്ട് ഏട്ടൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു.
ഏറ്റവും നല്ല സമ്മാനം എനിക്കൊരാൾ തന്നു കഴിഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കി അവളോടത് പറഞ്ഞപ്പോൾ ഞാനും ചിരിച്ചു. രാത്രി ആവാറായപ്പോൾ അമ്മൂമ്മ ടിവിയുടെ മുമ്പിലായിരുന്നു. സീരിയലിൻ്റെ ഇടയിൽ ന്യൂസ് ഇടയ്ക്കിട്ടപ്പോൾ ഏതോ മന്ത്രിയുടെ മരണച്ചടങ്ങുകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നിറയെ പൂക്കളും പോലീസുകാരും എല്ലാമായി. അത് കണ്ടുകൊണ്ട് വന്ന് ഋഷി അമ്മൂമ്മയുടെ തോളിൽ തട്ടി പറഞ്ഞു, എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഗ്രാൻഡായിട്ടൊക്കെ പോണ്ടേ? അവൻ്റെ അസ്ഥാനത്തുള്ള കമൻ്റടി കേട്ട് അമ്മൂമ്മ റിമോട്ട് എടുത്ത് എറിഞ്ഞു. അത് കറക്റ്റായിട്ട് അവൻ ക്യാച്ച് ചെയ്തു. എത്ര ചടങ്ങുകളാണ് വരാനിരിക്കുന്നത്. രോഹിണിമോളുടെ പ്രസവം, ഗംഗമോളുടെ പ്രസവം, ഇനി വേറെന്തെങ്കിലും കൂടി വരുമോ? അത് തന്നെയാ ഞാനും പറഞ്ഞേ. കാലൻ സഹായിച്ച അമ്മൂമ്മയ്ക്കും വേണ്ടി പന്തൽ കെട്ടി ചടങ്ങാക്കാം. ഋഷി പതിയെ പിറുവിറുത്തു. ദേ, അമ്മൂമ്മയ്ക്ക് വേണ്ടി പന്തൽ കെട്ടുന്ന കാര്യം മാമൻ പറയുന്നു. ഉണ്ണിമോള് പറഞ്ഞത് കേട്ട് അമ്മൂമ്മ അവനെ തറപ്പിച്ചു. അയ്യോ, ഈ കുറിപ്പ് കള്ളം പറയാണ്. ഞാൻ അങ്ങനെയൊക്കെ പറയൂ? നീ അതും പറയും, അതിൻ്റെ അപ്പുറവും പറയും. ഋഷിയും ഉണ്ണുമോളുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന അമ്മൂമ്മ എനിക്കൊരു അത്ഭുതമായിരുന്നു. പ്രണവേട്ടനും പ്രവീണേട്ടനും അവിടേക്ക് വന്നു. കൂടെ രോഹിണി ചേച്ചിയും. മോളെ, നല്ല പോലെ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അമ്മൂമ്മ രോഹിണി ചേച്ചിയോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ച് വികൃതി, ഒരുപാട് സ്നേഹം. അമ്മൂമ്മയെ അങ്ങനെ പറയാം. മോളെന്താ ഇവിടെ തന്നെ നിന്നത്? ഇങ്ങു വാ. മാറി നിൽക്കുന്ന എന്നോട് അമ്മൂമ്മ പറഞ്ഞപ്പോൾ ഞാനും അവിടെ പോയിരുന്നു. ഗംഗയുടെയും രോഹിണിയുടെയും മാത്രമല്ല, മോൾക്കും വിശേഷമുണ്ടെന്ന് കേൾക്കാൻ ഈ അമ്മൂമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അന്ന് അച്ഛനും അമ്മയും പറഞ്ഞ അതേ കാര്യമാണ് ഇന്ന് അമ്മൂമ്മയും പറയുന്നത്. അമ്മൂമ്മയെ ഒരു കഥ പറഞ്ഞു തരുമോ? ഭാഗ്യത്തിനപ്പോൾ ഉണ്ണിമോൾ വന്നതുകൊണ്ട് വിഷയം മാറി. പിന്നെ ആഹാരവും സംസാരമൊക്കെ ആയി രാത്രി എല്ലാവരും കിടക്കാൻ പോയി. അപ്പോഴും ഉറങ്ങാതെ അമ്മൂമ്മ ഇരുന്ന് ടി വി കാണുന്നു. അടുത്ത ഫോണും കുത്തി ഋഷിയും ഓരോ കിന്നാരം ചോദിച്ചുകൊണ്ട് ഉണ്ണിമോളും. അവരുടെ കളിയും തമാശയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ നിന്നപ്പോഴാണ് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ വന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യം. രോഹിണി ചേച്ചിയുടെ ഓരോ ആവശ്യങ്ങളും അറിഞ്ഞു നടത്തി കൊടുക്കുന്ന പ്രവീണേട്ടൻ. മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് തന്നെ കുഞ്ഞുങ്ങളല്ലേ. പ്രണവേട്ടനോട് സംസാരിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. പക്ഷേ അറിയാതിരുന്നാൽ എങ്ങനെ? അവസാനം പറയാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ മുറിയിൽ പോയപ്പോൾ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ തിരിഞ്ഞു നിൽക്കുന്ന ഏട്ടന് പിന്നിലായി നിന്നു. ഫോൺ വിളിച്ച് തീർന്നതും തിരഞ്ഞു. എന്നെ കണ്ടപ്പോൾ ഏട്ടൻ പുരികം പൊക്കിക്കണ്ട് എന്താണെന്ന രീതിയിൽ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന രീതിയിൽ ഞാൻ നിന്നു. വീണ്ടും എൻ്റെ മുഖത്ത് തന്നെ നോക്കിയപ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങി. അത് അമ്മയും അമ്മൂമ്മയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. എന്ത് കാര്യങ്ങൾ? മനസ്സിലാവാതെ തിരിച്ചു ചോദിച്ചു. അത് കുഞ്ഞുങ്ങളുടെ വിക്കി, ഞാൻ പറഞ്ഞു. എൻ്റെ മറുപടി കേട്ട് ഏട്ടൻ മുഖത്ത് നോക്കി നിന്നു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ഏട്ടൻ പറഞ്ഞു തുടങ്ങി. കുഞ്ഞുങ്ങൾ വേണം, എന്നാൽ എപ്പോൾ വേണമെന്ന് തീരുമാനിക്കുന്നത് വീട്ടുകാരോ നാട്ടുകാരോ അല്ല, നമ്മളാ. പ്രത്യേകിച്ച് നീ. എൻ്റെ കയ്യിൽ പിടിച്ചതിന് ശേഷം വീണ്ടും തുടർന്നു. 19 വയസ്സേ ആയിട്ടുള്ളൂ നിനക്ക്. ഈ പ്രായത്തിൽ ഒന്നിനെയും കുറിച്ച് ആലോചിക്കാതെ കളിച്ച് ചിരിച്ച് നടന്നതാണ് ഞാൻ. എന്നാൽ നീ, എൻ്റെ താലി നിൻ്റെ കഴുത്തിൽ വീണു എന്ന് മാത്രമല്ല, ഒരുപാട് അനുഭവിക്കുകയും ചെയ്തു. പ്രണവേട്ടൻ പറയുന്ന ഓരോ വാക്കും മനസ്സിൽ തന്നെ പതിഞ്ഞു. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ് മാസങ്ങളായി എങ്കിലും നമ്മൾ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രണവേട്ടൻ പറഞ്ഞപ്പോൾ ഞാനും എല്ലാം ചിന്തിച്ചു. അല്ല, നിനക്ക് കുട്ടികൾ ഉടനെ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ? വീണ്ടും കള്ളനോട്ടത്തോടെ എന്നെ നോക്കിയിരുന്നു. ഞാനും പിന്നെ ഒന്നും പറയാതെ ആ നെഞ്ചിൽ വീണു. നമ്മുടെ മാത്രമായ ആ ലോകത്തിൽ. രാവിലെ പതിവ് പോലെ എല്ലാവരും അവരുടെ ജോലിയിൽ മുഴുകി. ഇടയ്ക്കെപ്പോഴോ പ്രണവേട്ടൻ്റെ ഉയർന്ന ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ആരോടോ കമ്പനി കാര്യത്തിൻ്റെ പേരിൽ ദേഷ്യപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ എന്നോട് മാത്രമാണ് ഈ ചിരിയും കളിയൊക്കെ. ബാക്കി എല്ലാവരോടും ആ പഴയ പ്രണയം തന്നെ. പ്രണവേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ വെച്ച് മുകളിലേക്ക് പോയി. അതെല്ലാം കണ്ടുകൊണ്ട് എന്നെപ്പോലെ മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു, അമ്മൂമ്മ. എന്നെ കണ്ടപ്പോൾ അടുത്തു വരാൻ വിളിച്ചു. ഞാൻ അടുത്തേക്ക് പോയി. ഈ കുടുംബത്തിൽ പ്രണവിന് മാത്രമാണ് അവൻ്റെ അപ്പൂപ്പൻ്റെ ദേഷ്യവും വാശിയും ഒക്കെ കിട്ടിയത്. അത് പറഞ്ഞപ്പോൾ ആ മുഖത്തൊരു നാണം വിരിഞ്ഞു. എന്നോട് മൂപ്പര് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു തുടക്കത്തിൽ. പിന്നെ ഞാൻ എല്ലാം മാറ്റിയെടുത്തു. ഒരു കള്ളച്ചിരിയോടെ അമ്മൂമ്മ പറഞ്ഞു. മോള് വിചാരിച്ചാൽ മറ്റുള്ളവരോടുള്ള അവൻ്റെ ഈ ദേഷ്യമൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. അമ്മൂമ്മ എന്നെ നോക്കി ആത്മവിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ ഞാൻ മറുപടിയായി പുഞ്ചിരിച്ചു. അമ്മൂമ്മയോട് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് പോയി. ശാന്ത ചേച്ചിയുടെ ഒപ്പം കൂടി. ദോശ ചുട്ടുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു കോളിംഗ് ബെൽ കേട്ടത്. ഇത്ര നേരത്തെ ഇതാരാ എന്ന് ചിന്തിച്ച് വാതിൽ തുറക്കാൻ പോയതും അമ്മൂമ്മ വാതിൽ തുറന്നു. ഞാനും കൂടെ അവിടേക്ക് പോയി. ഒരു സ്ത്രീയായിരുന്നു. ഏതാണ്ട് അമ്മയുടെ പ്രായം തോന്നിപ്പിക്കും. പക്ഷേ ആ മുഖത്ത് നല്ല ദേഷ്യമുണ്ട്. ഇതാരാ? അവനെവിടെ? ആ ഗൗരവം നിറഞ്ഞ ചോദ്യം ആ നാവിൽ നിന്ന് വന്നു. മുകളിലുണ്ട്. അമ്മൂമ്മയുടെ ഉത്തരം കേട്ടപ്പോൾ മനസ്സിലായി പരിചയമുള്ള സ്ത്രീയാണെന്ന്. പക്ഷേ എന്താ ഈ ദേഷ്യം? മാത്രമല്ല, ആരെയെ അന്വേഷിക്കുന്നത്? അമ്മൂമ്മയുടെ മറുപടി കേട്ട് ഉടൻ അവർ അകത്ത് കയറി. നേരെ മുകളിൽ പോകാൻ തുടങ്ങിയതും എൻ്റെ അടുത്തേക്ക് വന്നു. എന്നോടെന്താ പറയാൻ വേണ്ടി വന്നതാണ് എന്ന് വിചാരിച്ചെങ്കിലും അതിനല്ല.
എന്നോടൊന്നും പറയാതെ എൻ്റെ കയ്യിലിരുന്ന ദോശ ചുട്ടുകൊണ്ട് നിന്ന ആ ചട്ടവും വാങ്ങിച്ചു. അതുകൊണ്ട് അവർ മുകളിൽ പോകാൻ തുടങ്ങിയതും പ്രണവേട്ടൻ ഇറങ്ങി വന്നു. ഇവരെന്തിനാ പ്രണവേട്ടനെ അതുകൊണ്ട് തല്ലാൻ പോകുന്നേ എന്നാലോചിച്ച് തീർന്നതും തല്ലു വീണു. പ്രണവേട്ടനെ അല്ല, പിന്നിൽ നിന്ന് വന്ന ഋഷിയെ. ആ ചട്ടവും വെച്ച് ആ സ്ത്രീ അവനെ കൊച്ചുകുട്ടികൾ പോലെ തല്ലുന്നു. അയ്യോ, തല്ലല്ലേ തല്ലല്ലേ എന്നൊക്കെ അവൻ വിളിക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും ഗവനിക്കാതെ അവർ അവനിട്ട് കൊടുക്കുന്നു. പക്ഷെ അത് കണ്ടിട്ടും വേറെ ആരും ഒന്നും പറയുന്നില്ല. പ്രണവേട്ടനൊന്ന് നോക്കുക പോലും ചെയ്യാതെ പോയി. ദോശ ആയിക്കാണും അല്ലേ മോളെ എന്ന് പറഞ്ഞ് അമ്മുമ്മയും പോയി. ശബ്ദം കേട്ടു. അപ്പോൾ അമ്മ വന്നു. അമ്മ കണ്ടതും അവരെ പിടിച്ചു മാറ്റി. ആ, നീ എന്തിനാ ഇവനെങ്ങനെ തല്ലുന്നേ? അമ്മ ചോദിച്ചപ്പോൾ അവർ വീണ്ടും അവനെ രൂക്ഷമായി നോക്കി. അവൻ തിരിച്ച് ചാണകത്തിൽ വീണ ഒരു ചിരിയും പാസാക്കി. നന്നായി പഠിക്കാൻ വേണ്ടിയാ ഇവനെ ഇങ്ങോട്ട് വിട്ടത്, അറിയോ? ഈ ചെക്കൻ നേരെ ക്ലാസ്സിൽ കൂടി കയറില്ല. എന്തിന്? നിനക്ക് നിന്റെ ട്യൂട്ടറിൻ്റെ പേരെങ്കിലും അറിയോടാ? അവർ ചോദിച്ചപ്പോൾ അതേ ചിരി ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അത്രയായപ്പോൾ ഇതാരായെന്ന് എനിക്ക് ഏറെക്കുറെ മനസ്സിലായി. ഋഷി, ഇത് നിന്റെ പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല ഏട്ടത്തി. അവൻ്റെ അമ്മ ചട്ടുകം കൊണ്ട് തല്ലിയ ഭാഗം തടവിക്കൊണ്ട് അവൻ പറഞ്ഞു.